ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രിയിൽ ഒരു ചെറിയൊരു ഓട്ടവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന്. അപ്പം നമ്മുടെ ഓട്ടോ ഇന്ന് വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ അടുത്ത് എയർപോർട്ടിലോട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയ രീതിക്ക് അത്യാവശ്യം ഡീസലും കാര്യങ്ങളെല്ലാം പോയി അടിച്ചിട്ട് വണ്ടി ജസ്റ്റ് ഒന്ന് കഴുകി ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇപ്പോൾ സമയം ഏകദേശം ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു 11:30 ആകുമ്പോഴത്തേക്ക് എയർപോർട്ടിൽ എത്തണം. വെളുപ്പിന് 1:30 ഫ്ലൈറ്റ്. നമ്മളോട് ആദ്യമേ കുറച്ച് നേരത്തെ വരണം എന്നാണ് പറഞ്ഞത്. ഒരു 8 മണി കഴിയുമ്പോൾ ചെല്ലാനാണ് പറഞ്ഞത്. വേറെ ഒന്നും കൊണ്ടല്ല, ഫ്ലൈറ്റ് നേരത്തെ ഇപ്പം ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോഴത്തേ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് നേരെ അങ്ങോട്ട് പോവാണ്. അപ്പം നമ്മുടെ സ്റ്റിക്കർ ഷോപ്പിൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പം ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്കൊരു ഓട്ടോ കാര്യങ്ങളൊക്കെ കിട്ടിയതാണ്. സോ അങ്ങനെ നമ്മൾ പോവാണ്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ നമ്മൾ ഫൈനലി അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളത് വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ടകത്ത് കയറുവാണ്. അപ്പോൾ ഇനിയിപ്പം ഇവിടെ വണ്ടി കാര്യങ്ങളെല്ലാം നിർത്തിയിട്ട് അവരെ ആൾക്കാരെല്ലാം കയറിയിട്ട് അതുപോലെ തന്നെ കൊണ്ടുപോകാനുള്ള ലഗേജും കാര്യങ്ങളെല്ലാം കയറ്റണം. അപ്പോൾ അതൊക്കെ ഉള്ളൂ ഓക്കെ പരിപാടി. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഫൈനലി വണ്ടിയും കാര്യങ്ങളെല്ലാം അകത്ത് കയറ്റി നല്ല സെറ്റപ്പായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ചെറുക്കൻ്റെ ഫസ്റ്റ് ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു രീതിക്ക് ഒരു പാട്ടും ചെറിയൊരു ലൈറ്റ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇട്ടങ്ങ് പോകണമെങ്കിൽ ചെറിയ രീതിക്ക് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ കാലാവസ്ഥ അത്യാവശ്യം നല്ല രീതിക്ക് മോശമാണ്. പെട്ടെന്ന് മഴയും പിന്നെ അതങ്ങ് പോവും മൊത്തം ഇതാണ്. ഓക്കെ, അപ്പോൾ ചെറുതായിട്ട് നമ്മുടെ ടൈം പോയി. അപ്പോഴത്തേക്കും നമ്മൾ ചെറിയൊരു ഓഫ് റോഡും കാര്യങ്ങളെല്ലാം പിടിച്ചാണ് പോകുന്നത്. ഓഫ് റോഡ് മീൻസ് ഒരു ചെറിയൊരു ഷോർട്ട് കട്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി എയർപോർട്ടിലെത്തുന്നു. ഇനിയിപ്പം നമുക്ക് എൻട്രി വഴി അകത്ത് കയറി മുകളിൽ ഇൻ്റർനാഷണലിൽ പോകണം. ഓക്കെ, ടെർമിനലിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ അത് ഇവിടുന്ന് യൂ ടേണും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നേരെ വണ്ടിയായിട്ട് നമ്മളിപ്പോൾ മുകളിൽ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിവിടെ വണ്ടിയും കാര്യങ്ങളെല്ലാം ഒതുക്കിയിട്ട് പുള്ളിയെ ഇറക്കി പുള്ളിയുടെ ലഗേജും കാര്യങ്ങളെല്ലാം ഇറക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം നൈസായിട്ട് ഒതുക്കുവാണ്. അപ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം പക്കായിട്ട് ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇറങ്ങി എയർപോർട്ടിനകത്ത് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പുള്ളി ലഗേജും കാര്യങ്ങളെല്ലാം ഇറക്കി കൊടുത്തു. അപ്പോൾ നമ്മൾ ജസ്റ്റ് വന്നിട്ട് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പുറത്തിറങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ചെറിയ ചെറിയ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് വീഡിയോ എടുത്തപ്പോൾ പെട്ടെന്ന് മഴയും കാര്യങ്ങളൊക്കെ വന്നു. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വണ്ടിയിൽ കയറിയിരുന്നത്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് ആളെല്ലാം കയറ്റി വിട്ട് തിരിച്ച് വീട്ടുകാരെയൊക്കെ ആയിട്ട് നമ്മൾ നേരെ തിരിച്ച് പോവാണ്. പിന്നെ ഇപ്പോൾ നേരെ ഇവരെ കൊണ്ട് അവിടെ ഇറക്കണം. അവിടെ കൊണ്ട് ഇറക്കിയിട്ട് ഞാൻ നേരെ വീട്ടിൽ കൊണ്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നു. ഓക്കെ, ഇപ്പോൾ തന്നെ ഇപ്പോൾ സമയം ഏകദേശം വെളുപ്പിന് ഒരു മണി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നേരെ സ്റ്റിക്കർ ഷോപ്പിൽ അവിടെ കൊണ്ട് അവൻ്റെ അടുത്ത് വണ്ടി ഇട്ടാൽ പോലും അവനൊരു ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ സോ അതുകൊണ്ട് നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ തിരിച്ച് വന്നു. അപ്പോൾ ഫൈനലി നമ്മൾ അവരെ തിരിച്ച് വീട്ടിലാക്കാനായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ നൈസായിട്ട് ഒതുക്കുവാണ്. ഓക്കെ, അപ്പോഴത്തേക്ക് ഇങ്ങനെ വണ്ടിയും കാര്യങ്ങളെല്ലാം ഒതുക്കി അവരെല്ലാവരും ഇറങ്ങിപ്പോയി. ഓക്കെ, ഇപ്പോൾ പൈസയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോയതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫണ്ടും കാര്യങ്ങളെല്ലാം മേടിച്ചിട്ട് നമ്മളിവിടുന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകും. അപ്പോൾ പോണ വഴി ചെറിയൊരു കട്ടൻ എന്തെങ്കിലുമൊക്കെ കുടിക്കണമെന്ന് ഓർത്തിരിക്കുന്നു. അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല മടുപ്പും കാര്യങ്ങളൊക്കെ ആവട്ടെ വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിൽ പോലും. സോ അങ്ങനെ നമ്മൾ നമ്മുടെ ഹോം ടൗണിലോട്ട് വെച്ചാലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 2 മണി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേ നമ്മൾ എത്തത്തുള്ളൂ. ഓക്കെ, സോ വീട്ടിലാണെങ്കിലും ഒരു സാധനവും കാണത്തില്ല. അമ്മ നമ്മളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ പോകണ വഴി എവിടെയെങ്കിലും കയറിയിട്ട് ചെറിയ തട്ടുകടയിൽ കയറി എന്തെങ്കിലും കുടിച്ചിട്ടോ കഴിച്ചിട്ടൊക്കെ വേണം പോകാനായിട്ട്. അത് അങ്ങനെ വെച്ച് അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങ് പോകുമ്പോഴാണ് പുറത്ത് നമ്മൾ സ്ഥിരം കഴിക്കുന്ന നമ്മുടെ തട്ടുകട കയറി കഴിക്കാനായിട്ട്. ഓക്കെ, അപ്പോഴത്തേക്ക് ജസ്റ്റ് വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് തിരിക്കുവാണ്. ഇത് നമുക്ക് നേരെ നമ്മുടെ സ്ഥിരം കഴിക്കുന്ന തട്ടുകടയിൽ അവിടെ കൊണ്ടുവിടുക. ഓക്കെ, അപ്പം വീണ്ടും മഴയും കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ നൈസായിട്ട് അവിടെ കയറ്റിയിട്ടിട്ട് നമ്മൾ പോയിട്ട് ഒരു ചായയും കാര്യങ്ങളെല്ലാം കുടിക്കാനാണ്. അപ്പം നമ്മൾ വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ചായയും ഒരു കട്ടനും ഒരു ബ്രെഡും ഓംലെറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് അടിച്ചിട്ട് നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകണം. ഓക്കെ, പുറത്താണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം അതങ്ങ് മാറിയിട്ടുണ്ട്. ഓക്കെ, ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ആ ടൈമിൽ നമ്മൾ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് നമ്മളെ വീട്ടിൽ പോകണം. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ നാളെ അടുത്ത കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. നാളെ ട്രിപ്പ് കാര്യങ്ങളൊന്നും നിലവിൽ വന്നിട്ടില്ല. പക്ഷേ നമുക്ക് വണ്ടിയിൽ ഡീസലും കാര്യങ്ങളൊക്കെ അടിക്കണം. അതുപോലെ തന്നെ വണ്ടി
ഒന്ന് കഴുകണം, അങ്ങനെ ഒരു പരിപാടിയുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി നേരെ വീട്ടിലോട്ട് പോകണം. അപ്പം ഞാൻ ആദ്യം ഓർത്തു നമ്മളിവിടെ ബസ് ഇടുന്നിടത്ത് സൈഡിൽ വണ്ടിയും കാര്യങ്ങളെല്ലാം ഇടാമെന്ന് ഓർത്തു. അത് കഴിഞ്ഞ് പിന്നെ ഓർത്തല്ലേ വേണ്ട, വീട്ടിൽ കൊണ്ടിടാം, നാളെ കൊണ്ടുവന്നിട്ട് വണ്ടി മാറ്റാമെന്നുള്ള രീതിക്കാണ്. ഓക്കെ, നാളെ കഴുകിയിട്ട് വണ്ടി ഇവിടെ ഇടാമെന്ന് ഓർത്തു. അപ്പോൾ അങ്ങനെ നമ്മൾ വെച്ചടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മളൊരു 5 മിനിറ്റിനുള്ളിൽ വീട്ടിലെത്തും. അപ്പോൾ നമ്മളിപ്പോൾ ഡെയിലി വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഡെയിലി ഇടുന്ന ടൈം എന്ന് പറയുന്നത് ഈവനിങ് ഒരു 5 മണിക്കും 6 മണിക്കും ഇടയ്ക്കായിരിക്കും. ഓക്കെ, മാക്സിമം 5 മണിയാകുമ്പോൾ ഇടാനാണ് നോക്കുന്നത്. പിന്നെ ചില ദിവസം നമ്മളൊരു 6 മണിക്ക് ആകും ഇടുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പോൾ കഴിച്ചത് അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിൽ വന്ന് വണ്ടിയായിട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ ട്രാവലർ എടുത്തിട്ട് ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നേക്കുവാണ്. ഓക്കെ, അപ്പം സാധാരണ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ പകല് അല്ലെങ്കിൽ ഉച്ചയൊക്കെ കഴിയുമ്പോൾ എടുത്തുകൊണ്ട് വരുന്നതാണ്. ഇതിപ്പം വെളുപ്പിനെയാണ്. ഓക്കെ, അതേ നമ്മുടെ വീട്, നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പം ഇനിയിപ്പോൾ വണ്ടിയിൽ ലൈറ്റും കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്തിട്ട് പോയി കിടക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.